കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പ്രധാനമന്ത്രി പറഞ്ഞപ്പോൾ അതിനെ പലരും പറയാറുണ്ടായിരുന്നു. അതായത് ഇതൊരു ശരിയായ രീതിയല്ലല്ലോ, പ്രതിപക്ഷ പാർട്ടി ഇല്ലാതെ നിങ്ങൾ എന്തിനാണ് കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറയുന്നത്? അപ്പോൾ BJP അതിന് നൽകിയൊരു വിശദീകരണം എന്ന് പറയുന്നത്, കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറയുന്നത് അതൊരു കോൺഗ്രസിൻ്റെ ഈ കൾച്ചറിനെ ഇല്ലാതാക്കലാണ്. അല്ലാതെ പ്രതിപക്ഷ പാർട്ടി വേണ്ട, കോൺഗ്രസ് പാർട്ടി വേണ്ട എന്നല്ല പറയുന്നത്, മറിച്ച് കോൺഗ്രസിൻ്റെ ഈ കൾച്ചർ ഇല്ലാണ്ടാകണം. കാരണം ഇത് ജനങ്ങളെ അപഹാസ്യരാക്കലാണ്. ശരിക്കും BJP പറയുന്ന ആശയം യാഥാർത്ഥ്യമാകുന്നത് നമ്മുടെ കൺമുന്നിൽ കേരളത്തിൽ കാണുകയല്ലേ, കോൺഗ്രസ് ഇതാണ് എന്നുള്ളത്. തീർച്ചയായും ഗൗതമേ. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം 2-3 ഘടകങ്ങളാണ് ഇതിനെ കൃത്യമായി തന്നെ എനിക്ക് തോന്നുന്നത്. ഒന്ന്, ഒരു ചോദ്യത്തിനുള്ള ഉത്തരമാണ് അക്ഷരാർത്ഥത്തിൽ ഈ മുഖ്യമന്ത്രി ആരാകും എന്നതിൻ്റെ അടിസ്ഥാനം. കാരണം കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ മുസ്ലിം ലീഗ് പറയുന്നിടത്താണോ തീരുമാനം, അതോ ഹൈക്കമാൻഡ് നമ്മൾ പറയുന്ന അഖിലേന്ത്യാ നേതൃത്വത്തിൻ്റെ കയ്യിലാണോ തീരുമാനം, അവസാന വാക്ക് ആരുടേതായിരിക്കും എന്നതിൻ്റെ കൃത്യമായ ചോദ്യത്തിലുള്ള ഉത്തരവാണ് മുഖ്യമന്ത്രി. സ്വാഭാവികമായിട്ടും VD സതീശനാണ് മുഖ്യമന്ത്രി ചോയ്സായി ഒരു പ്രസ് റിലീസ് ഡൽഹിയിൽ നിന്ന് വരുന്നതെങ്കിൽ ഉറപ്പിക്കാം കേരള രാഷ്ട്രീയത്തിൽ, കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ പാണക്കാട് തറവാട്ടിൽ നിന്നാണ് തീരുമാനം എടുക്കുന്നത് നമുക്ക് ഉറപ്പിച്ച് പറയാം. ഇനി അതല്ല KC ആയിരിക്കുമെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് എന്താ പറയുക, തീർച്ചയായും അഖിലേന്ത്യാ നേതൃത്വത്തിനും കൃത്യമായി തന്നെ ഒരു ചോയ്സ് ഉണ്ടെന്ന് പറയാം. ഇപ്പോൾ നമ്മൾ ഈ പറയാറുണ്ടല്ലോ, ഈ പോപ്പിനെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് വെളുത്ത പുകയാണോ കറുത്ത പുകയാണോ എന്ന രീതിയിൽ കാത്തിരിക്കുന്ന പോലെയാണ് ഇപ്പോൾ ഇന്ദിരാഭവന് മുന്നിൽ മാധ്യമപ്രവർത്തകരും കേരളവും ഒക്കെ. അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു മാറ്റത്തിനായി വോട്ട് ചെയ്ത ജനങ്ങളടക്കം ഇപ്പോൾ മൂക്കത്ത് വിരൽ വെച്ച് കാത്തിരിക്കുകയാണ്. എന്താ ഇവിടെ നടക്കുന്നത്, ഏത് രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇനി എനിക്ക് രണ്ടാമത്തെ ഇതിൻ്റെ ഒരു തികച്ചും അപകടകരമായൊരു ഒരു സാധ്യത കൂടിയാണ് എനിക്ക് പറയാനുള്ളത്. അത് മറ്റൊന്നുമല്ല, ഈ ബംഗാളിൽ മമത, ഞാൻ ബംഗാളിലൊന്ന് ഇതുമായിട്ട് കൂട്ടിച്ചേർക്കുവാണ്. ബംഗാളിൽ മമത അധികാരത്തിൽ നിന്ന് ഒഴിയില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വിചാരിച്ചു ഇവർക്ക് എന്താ പറ്റിയത്, ഇവർക്ക് സ്വാഭാവികമായിട്ട് ഇറങ്ങിപ്പോകേണ്ടതല്ലേ. പക്ഷെ അതിന് ഇന്ന് ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമിയുടെ ലീഡർ MD നൂർ ഹുദ എന്ന് പറഞ്ഞ ആൾ ഇന്ന് പറഞ്ഞിട്ടുണ്ട്, കൊന്നാലും അവിടെ നിന്ന് ഇറങ്ങിപ്പോകരുത്, നിങ്ങൾ ബംഗാളിനെ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി പ്രഖ്യാപിക്കണം, എന്നിട്ട് ഡൽഹിയിലേക്ക് യുദ്ധം ചെയ്യണം. പറഞ്ഞത് ജമാഅത്തെ ഇസ്ലാമിൻ്റെ നേതാവാണ്. ഞാനിത് അതേപോലെ തന്നെ കേരളത്തെയും ഈ ഒരു പശ്ചാത്തലത്തിലാണ് കാണുന്നത്. ഇപ്പോഴുള്ള ഈ ചർച്ചകളും ഈ പറയുന്ന അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഫ്ലെക്സ് യുദ്ധമൊക്കെ ഞാൻ തമാശയായിട്ടാണ് കാണുന്നത്. ഇതൊരു പ്രീ ഡിസൈനാണ്. ജമാഅത്തെ ഇസ്ലാമി മുസ്ലിം ലീഗിലൂടെ കൃത്യമായി തന്നെ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. കേരളത്തെ നയിക്കേണ്ടത് VD സതീശനാണ്. അതിനുള്ളൊരു പ്ലാൻ അവർ നേരത്തെ തന്നെ വ്യക്തമായി തന്നെ അണിയറയിൽ ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. അതാണ് എൻ്റെ പോയിന്റ്. അപ്പോൾ ആ അടിസ്ഥാനത്തിൽ ഈ കാണുന്ന ചർച്ചകളോ ഈ കാണുന്ന അങ്ങോട്ടും ഇങ്ങോട്ടുള്ള തമ്മിത്തല്ലുകളോ ഈ പറയുന്ന MLA-മാർ 46 പേർ പിന്നെ KC വേണുഗോപാലിനൊപ്പമാണ് എന്നൊക്കെ പറയുന്നു. പക്ഷേ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ, ഇവിടുത്തെ ബഹുഭൂരിപക്ഷ മാധ്യമങ്ങളും എങ്ങനെയാണ് വാർത്ത കൃത്യമായി തന്നെ ഫ്രെയിം ചെയ്യുന്നത്. സതീശന് അനുകൂലമാണ്. ഇവിടെ ഇന്ന് തെരുവിലേക്ക് നേരത്തെ ഒരു ജനനേതാവിന് വേണ്ടി അണികൾ തെരുവിലിറങ്ങിയത് എപ്പോഴാണ്? VS-ന് വേണ്ടി. സമാനമായൊരു പ്രതിച്ഛായയാണ്, അന്നും VS പ്രതിപക്ഷ നേതാവായിരുന്നു അല്ലേ അനുവേട്ട. സമാനമായൊരു പ്രതിച്ഛായയാണ്, ഒരു കൃത്യമായൊരു നെറേറ്റീവാണ്, ഒരു ഇമേജ് ബിൽഡിംഗ് ആണ് VD സതീശന് വേണ്ടി ഇവിടുത്തെ മാധ്യമങ്ങൾ. അത് ഒട്ടും നിഷ്കളങ്കമല്ല, അതിന് പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ കൃത്യമായ ബ്രെയിനുണ്ട്. അപ്പം ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് ഈ ചർച്ചകളും ഈ പ്രഹസനങ്ങളും ഈ ഷോ ഓഫ് ഒന്നുമല്ല. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കൃത്യമായി തന്നെ ജമാഅത്തെ ഇസ്ലാമി പ്രീ ഡിസൈൻ ചെയ്ത പോലെ തന്നെ VD സതീശൻ വരും.